ഈ പുതിയ മോഡൽ 2022 ശേഷം പുതിയ മോഡൽ ഇറങ്ങിയ ലാൻഡ് ക്രൂസറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൺറൂഫ്. ഇത് ഈ വണ്ടിയുടെ മോഡൽ ഇത് GXR ട്വിൻ ടെർബോ എന്ന് പറയുന്നതാണ്. 3.5 ലിറ്റർ ട്വിൻ ടെർബോ ആണ് വരുന്നത്. ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ പഴയ മോഡലിൽ നിന്ന് 2022 ശേഷമാണ് ഇതിന് മോഡൽ ചേഞ്ച് ആയിട്ടുള്ളത്. ഇതിൽ വന്ന ആദ്യം മാറ്റങ്ങളിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ വെച്ചാൽ നല്ല രസത്തിലുള്ള ലോഗോ. ഓക്കെ, സാധാരണ ഈ ലോഗോ നമുക്കൊരു 3Dയിലാണ് കാണാറ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷിങ്ങിൽ. ഇത് ഒരു നല്ല ലെക്സസിൻ്റെ മറ്റേ ഇതൊക്കെ ചെയ്ത പോലെ നല്ല വൃത്തിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഗ്രില്ല് ഒരു നല്ലൊരു ലക്ഷറി ലുക്ക് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ലൈറ്റാണ് വരുന്നത്, ഹെഡ്ലൈറ്റ് ഇങ്ങനെ വരും. ഹെഡ്ലൈറ്റിൻ്റെ താഴത്ത് സെൻസർ വരുന്നുണ്ട്. ഇതൊന്നും അങ്ങനത്തില്ല, എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. 4 ഗ്രില്ല്, സംഭവം സൂപ്പറാണ്. അടിയിൽ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റിൻ്റെ ഇതിൻ്റെ വെയിറ്റ് ഇവർ കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഏകദേശം 250. ഇത് അലൂമിനിയത്തിൻ്റെ ബോണറ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ പ്രത്യേകിച്ച് കാണാനൊരു വലിയൊരു ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ വണ്ടിയുടെ 250 kg ഇതിൻ്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത് ഇവിടെ ഇങ്ങനെയുള്ളൊരു കട്ടിങ് വരുമ്പോൾ നല്ലൊരു രസം കാണുന്ന ഒരു എന്താ പറയുക, ഒരു ലക്ഷറി ലുക്ക് ഉണ്ട് ഇതിന്. മാത്രമല്ല വണ്ടിയിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഹൈറ്റ് തോന്നി. വണ്ടിയുടെ നല്ല ഹൈറ്റ് തോന്നി. അവിടെ നല്ല ഹൈറ്റും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ സൈസ് കമ്പയർ ടു മറ്റേ ലാൻഡ് ക്രൂസറിനേക്കാളും ഇതിൻ്റെ ടയറിൻ്റെ സൈസും 25 ഇഞ്ചും കണ്ടാണ്. മറ്റേതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം കൂടുതലാണ്. നല്ല ഹൈറ്റും അത്യാവശ്യം ഹൈറ്റും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ട്വിൻ ടർബോന് മാത്രമാണ് ഇങ്ങനെ ഈ TT 409 TT എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. മറ്റേ നോർമൽ വണ്ടികളിൽ അങ്ങനെ ഒരു ഡിഫറൻസ് കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ VXR മോഡലിൽ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടാണ് വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ മേലെ ഇവിടെ വരുന്ന ഭാഗത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബ്ലീഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല രസത്തിലുള്ളൊരു സ്റ്റാൻഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഇതിൻ്റെ സൈഡ് വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ടോട്ടലി 2022 ശേഷം ഇറങ്ങിയ വണ്ടിയിൽ നല്ലൊരു വലിയൊരു ചേഞ്ചസാണ് ലാൻഡ് ക്രൂസർ മാറ്റിയിരിക്കുന്നത്. ഇത് എൻജിൻ ഒന്ന് കാണാം. നമുക്കിത് തുറന്നിട്ട് ഓപ്പണാക്കി കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ എൻജിൻ ഓണാക്കാണ്. എൻജിൻ ഓണാക്കി കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് പറ്റുന്ന പ്രശ്നമാണിത്. ഓക്കെ, ഇതിൻ്റെ എൻജിൻ ഓണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ്റെ ഭാഗത്ത് വരുന്നത് ട്വിൻ ടർബോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതായത് 4 ലിറ്ററും ട്വിൻ ടർബോയുടെ എൻജിൻ്റെ ഷേപ്പിന് തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ടൊയോട്ടയുടെ ഒരു ലോഗോ ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ മേലെ ഒരു വലിയൊരു കവർ വെച്ചിട്ടുണ്ട്. ഫുള്ള് കൺസീൽഡാണ്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇതിൻ്റെ എൻജിനെടുത്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതാണ് പറയുന്നത്, ഇത് അവർ ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം 250 kg ഒക്കെ കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ പ്രത്യേകിച്ച് നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ എവിടെയുള്ള നല്ല ഇതെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവും. നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാൻറ്റാസ്റ്റിക്. കാണാൻ ലുക്കും എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വിശേഷങ്ങളെക്കുറിച്ച് പറയാം. ബാക്ക് സൈഡും
മൊത്തത്തിൽ ഇതിൻ്റെ ഷേപ്പും പഴയ മോഡലും പുതിയ മോഡലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിൽ ഇങ്ങനെ GXR, ഇവിടെ ഒരു GXR എന്നുള്ള ലോഗോ കാണാം, ലാൻഡ് ക്രൂസർ. ഇവിടെ പക്ഷെങ്കിൽ സാധാരണ ടൊയോട്ടയുടെ ലോഗോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടിൻ ടെർബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നല്ല രസമുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ ഇതിൻ്റെ ചാവി ഇതാണ്. ഇത് ചാവിൻ്റെ മേലെ ഒന്നെങ്കിൽ നമുക്ക് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ തന്നെ അത് ഓപ്പൺ ആവും. ആവശ്യമെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് ഉള്ളിൽ നിന്ന് അൺലോക്ക് ചെയ്യണം തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണ്. ഓക്കെ, ഇഷ്ടംപോലെ നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനുള്ളതും. അതുകൂടാതെ ഇവിടെ 2 സീറ്റ് വേറെ ഉണ്ട്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും. VXRൻ്റെ മോഡലിൽ ഇത് ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണ് എടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ഓട്ടോമാറ്റിക്കലി സീറ്റ് ഇങ്ങോട്ടേക്ക് വരും. ഇത് നമ്മൾ മാനുവലി തന്നെ എന്താക്കണം പിടിച്ച് വലിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഇങ്ങനെയാണ്. ഹോംബ്രേക്ക് അവിടെ ടച്ച് ആകുന്നുണ്ട്. ഇനി ഇതുകൂടാതെ ഇവിടെ ഇതിൻ്റെ ഇവിടെ ഒരു എന്താ പറയുക, അത് കൊള്ളാം. ഇത് നമ്മളൊരു ടയറിനൊക്കെ കാറ്റടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. ഇവിടെ AC-യുടെ 100 വാട്ട്സിൻ്റെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് 2 സീറ്റും നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കിടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്. നമുക്ക് പിന്നെ ഓക്കെ ഇതിൻ്റെ ടയറിൻ്റെത് ബാക്കിയുള്ള ഫയർ സിലിണ്ടർ വെക്കാൻ. ഫയർ സിലിണ്ടർ ഇതിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടൂൾസുകളൊക്കെ ഇതിൽ വെക്കാം. നല്ല സ്പേഷ്യസ് ഉണ്ട്, സംഭവമൊക്കെ നല്ല സ്പേഷ്യസ് ഉണ്ട്. ഇനിയിപ്പം ഇവിടെ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് അമർത്തിയാൽ ക്ലോസ് ആവാം. ഇല്ല, അത് ഇതാണ്. ഓക്കെ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് ഡോർ ക്ലോസ് ആയിക്കൊള്ളും. ഇവിടെ ഇതിൻ്റെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ക്രോം ഫിനിഷിംഗ് ഉള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ടോപ്പിലേക്ക് വരുന്ന ഭാഗത്ത്. സംഭവം കൊള്ളാം. ഇനി ഇതിൻ്റെ അടുത്ത സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് പാസഞ്ചേഴ്സിൻ്റെ. ഇതിൻ്റെ മെയിൻലി ഷേപ്പ് മാറിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഷേപ്പ് മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള ഇവിടുന്ന് ഒരു ചെറിയൊരു കട്ട് ഒരു ഉള്ളിലോട്ട് ഒതുക്കിയത് പോലെ ഉണ്ട്. കൂടാതെ ഇതിൻ്റെ പാസഞ്ചർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടർ ബാക്കിലേക്ക് മാറ്റണം. ഇവിടെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇതൊക്കെയാണ്. പിന്നെ ഇത് ഫുള്ളി ലെതർ ഷീറ്റാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. വണ്ടി ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഓഫ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും ഉണ്ടല്ലേ, ആ മിററ് ഉള്ളിലേക്ക് ആവും. അതെല്ലാധികം വണ്ടിക്കുള്ളതാണ്. അതേപോലെ പക്ഷേ എല്ലാ ഓപ്ഷനും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇത് GXR മോഡലിലാണ് കൂടുതൽ കാണുന്നത്. ഇതിൻ്റെ മോഡൽ വരുന്നത് അന്ന് GXR, VXR, EXR ആണ് ബേസിക് മോഡലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, മിറർ ലോക്ക് ഇപ്പം നോർമൽ. അതേപോലത്തെ നല്ല വുഡൻ്റെ ഒരു നല്ല ബ്ലീഡിങ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെതറിൻ്റെ സീറ്റ്. ഇതിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് ഇരിക്കാം. ലെതറിൻ്റെ സീറ്റിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ വരുന്നത്. ഇനി ഇരുന്നിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം.
മുകളിലേക്കിരുന്നു. ഇതൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം എന്താ പറയുക, ഒരു വൈബ്രേഷനോ ഈവൺ ഒരു സൗണ്ടോ ഒന്നും കാണുന്നില്ല. ഫസ്റ്റിലൊരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഡ്രൈവ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ മെസ്സേജൊക്കെ വരുന്നുണ്ട് ഇതിൽ സ്ക്രീനിൽ. അങ്ങനെ ഇതിൻ്റെ ഇനിയാണ് നമുക്ക് ലൈറ്റുകൾ ഓരോന്നുണ്ടോ ഓരോ ഓക്കെ. പിന്നെ ഇത് സൺ റൂഫാണ്. ഇതിൻ്റെയൊക്കെ ലൈറ്റുകളിട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഉള്ളത് ഫസ്റ്റ് നമ്മളുടെ സ്റ്റെയറിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണുള്ളത്. സാധാരണ ഈ എന്താ പറയുക, ചെറിയൊരു സ്റ്റെയറിങ് പോലെ തോന്നുന്നു. പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ തന്നെ ഉള്ളത് ഫോൺ അറ്റൻഡ് ചെയ്യാം, വോളിയം കൺട്രോള്, ഓക്കെ. അതേപോലെ ഡ്രൈവ് മോഡ്, ക്രൂസ് കൺട്രോളൊക്കെ ഈസിയാണ്, ഓക്കെ. പിന്നെ ഉള്ളത് സ്പീഡ്, ക്യാൻസൽ, മോഡ് ചേഞ്ച് ചെയ്യാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ളത്. ഇനി ഇങ്ങോട്ട് ഇതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു LED സ്ക്രീൻ ഉണ്ട്. ഇപ്പോൾ അറബിയിലാണുള്ളത്. സെറ്റിങ്സും ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് മാറ്റാൻ പറ്റും. കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, ഓക്കെ. അപ്പോൾ ഇതിങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് സ്റ്റാർട്ട് ബട്ടൺ, എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയൊരു സ്ക്രീനാണ് ഇതിലെല്ലാം വരുന്നത്. ഈ സ്ക്രീനിൽ AC എല്ലാ കൺട്രോൾ ഡിസ്പ്ലേ ഇതിലേക്ക് വരുന്നുണ്ട്. മ്യൂസിക്, ടച്ചൊക്കെ വളരെ സ്മൂത്താണ്, ഓക്കെ. പിന്നീട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഇതിൽ നമുക്ക് സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ, ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ റിയറിലായിക്കോട്ടെ ഫ്രണ്ടിലായിക്കോട്ടെ നമുക്ക് സീറ്റിൻ്റെ ഈ സൈഡിൽ, ഓക്കെ, ഇത് ലെതർ സീറ്റാണ്. ഇതിൻ്റെ ഇവിടെ നല്ലൊരു കൂളിങ് കിട്ടുന്നുണ്ട്. ഞാനുണ്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ AC കൺട്രോൾ, നല്ല ഒരു രസമുള്ളൊരു ഫ്രെയിം, നല്ല പഴയ മോഡലിനും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. ഫാൻ കൺട്രോള്, AC കൺട്രോള്, ഫാൻ കൺട്രോള്, സ്പീഡ് കൺട്രോള്, ഇത് കൂളിങ്ങും, സീറ്റിൻ്റെ മേലുള്ള AC, ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ മോഡലിൻ്റെ മെയിനായിട്ടുള്ളൊരു വെർഷനാണ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പല വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ 3 ടൈപ്പ് ഓഫ് മോഡാണ് വരുന്നത്. ഒന്ന് വരുന്നത് ഇതിൽ സ്പോർട്സ് മോഡൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഹൈവേ എമ്മിലൊക്കെ ബെസ്റ്റായിട്ടത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മോഡാണ് വരുന്നത് നോർമലി നമുക്ക് ചെയ്യാം. പിന്നീടുള്ളത് എക്കോ മോഡലാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമുക്ക് ഈ സിറ്റിയിലൊക്കെ ചെയ്യുന്നത് എക്കോ മോഡാണ് ഏറ്റവും ബെസ്റ്റ്. ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് സ്പോർട്സ് മോഡാണ്. അത് ശരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും, ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ. അതുകൂടാതെ മറ്റേ GXR 4 ലിറ്ററും GXR 3.6 ലിറ്റർ ട്വിൻ ടർബോയും തമ്മിൽ ഫാർ ഡിഫറൻസാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യാത്. കാരണം വെച്ചാൽ അത് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് അവർ പറയുന്നത് വെച്ചാൽ 250 ഹോഴ്സ് പവറാണ് 4 ലിറ്ററിൻ്റെ ഉള്ളിൽ. മറ്റേ ട്വിൻ ടർബോയിൽ വരുന്നത് അറൗണ്ട് 450 ഹോഴ്സ് പവർ കണ്ടുണ്ട്. അത് രണ്ടും ഡ്രൈവിങ് സമയത്ത് തന്നെ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഓവർടേക്കിങ് സമയത്തും ഹൈവേ ഒന്ന് സ്പീഡിൽ പോകുന്ന സമയത്തും നല്ല പുള്ളിങ് ആണ്. അത് കറക്റ്റ് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നീട് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു ചേഞ്ചസ്, ഇതിൻ്റെ ബട്ടൺസ് 4 വീൽ ഡ്രൈവിലേക്ക് മാറ്റാനും മറ്റേ ഇതിങ്ങനെ പുഷ് ചെയ്തിട്ട് വേണം മാറ്റാൻ ഓരോന്ന്. ബാക്കിയുള്ള മറ്റുള്ള വണ്ടികളിലൊക്കെ വരുന്ന പോലെ തന്നെയുള്ള ബട്ടൺസുകൾ, സ്ലിപ്പറി മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നീട് ഇവിടെ വച്ചിരിക്കുന്ന വലിയൊരു നല്ല സുഖമുള്ള ഒരു വയർലെസ് ചാർജർ. പിന്നെ ഇതിൻ്റെ എൻ്റെ ഫോൺ അപ്പം എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ S25 അൾട്രയാണ്. അൾട്ര ഫോണൊക്കെ ആകുമ്പോൾ ഇവിടെ എഡ്ജ് കുറച്ചും കൂടി വലുപ്പമായിരുന്ന സംഭവം സൂപ്പറായിരുന്നു. പിന്നെ ഇത് ഗിയറ്,
ഗിയർ നോർമൽ പോലെ തന്നെ റിവേഴ്സ്, ഇപ്പം റിവേഴ്സ് ക്യാമറ കാണിക്കുന്നുണ്ട്. എല്ലാം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. ഡ്രൈവ്, മാനുവൽ ഡ്രൈവ്, ഓക്കെ, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു USB പോർട്ടുണ്ട്. ഇവിടെ സീഡ് ഒരു വേറെ USB പോർട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഇവിടെ ഇതിൻ്റെ ഒരു നല്ല ഒരു കൂളർ, ഇത് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ അത്യാവശ്യം സാധനം സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഇവിടുന്നും ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ അത്യാവശ്യം വലിയൊരു കൂളറാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു ബോട്ടിലൊക്കെ വെക്കാനുള്ള. ഓക്കെ, അതേപോലെ തന്നെ ഇത് ബാക്കൊന്നും ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, 3 ഭാഗത്തുനിന്ന് ആക്സസ് ഉണ്ട് ഇതിന്. പിന്നീട് ഇത് ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, സ്പെഷ്യൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നീട് ഇതിവിടെ ബട്ടൺസ്, സൺറൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സൺറൂഫ് എങ്ങനെ ഓപ്പൺ ആക്കാറുള്ളത്. യെസ്, സൺറൂഫ് കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. ഈ വണ്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു സൺറൂഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും പിന്നീട് ഈ വയർലെസ് ചാർജർ, അതും കൂടി കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പിന്നെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഈ ടിൻ ടർബോ, GXR, VXR അതിനൊക്കെ കൊടുത്തിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം അവർ JBLൻ്റെ സ്പീക്കർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. സൗണ്ടൊക്കെ നല്ല സൂപ്പർ സൗണ്ടാണ്, രക്ഷയില്ല. നല്ല നമ്മൾ ഇപ്പം എന്താ പറയുക, ഒരു പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലത് ശരിക്കും അത് കാണാനുണ്ട്, കേൾക്കാൻ മാത്രമുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ട 2-3 എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഫീച്ചർ അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് MTS അത് ബാക്ക്, അത് ക്രൂസ് കൺട്രോൾ. അതായത് നമ്മൾ ഓഫ് റോഡിലും ഡിസേർട്ടിലൊക്കെ മണലിലും എല്ലാം പെട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കിത് സെറ്റ് ചെയ്ത്, ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഉണ്ട്. ഇത് കമ്പനി തന്നെ ഇറക്കി, അത് കണ്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് മണ്ണിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായിക്കൊള്ളും, ഡിസേർട്ടിലൂടെ അത് മെല്ലെ വണ്ടി പുറത്തേക്ക് എടുത്ത് തരും. അങ്ങനെ കെട്ടി വലിക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. പിന്നെ വന്നിട്ട് ഈ കാര്യം, ഈ പവർ, ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയേ ഉള്ളത്. ഇപ്പോൾ ഞാനിത് ഹാൻഡ് ബ്രേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇതിപ്പോൾ നമ്മളിപ്പം ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കണമെങ്കിൽ ഇപ്പം ഡ്രൈവിലിട്ടിട്ട് ഇപ്പം ഹാൻഡ് ബ്രേക്ക് ഒഴിവായി, ഇനിയിപ്പം ഇവിടെ ഇട്ടതിന് ശേഷം കൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്കായി. ഇനിയിപ്പം ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മൂവ് ആവില്ല. ഓക്കെ, ജസ്റ്റ് ഇനി വീണ്ടും ഇത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രേക്ക് ചവിട്ടി പാർക്കിങ്ങിലേക്ക് വരണം, എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് എന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരണം. അപ്പോൾ മാത്രം എന്താ ഓപ്പൺ ആവും. പിന്നെ അതുകൂടാതെ ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണിത്. ഈ ഫീച്ചറാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഇതിപ്പം ജസ്റ്റ് നമ്മൾ ഹോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇതിൽ ഇപ്പം വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എപ്പോഴും പാർക്കിങ്ങിലുള്ള സമയത്ത് ഹോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾഡ് ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പം നമ്മൾ ഡ്രൈവിലിട്ടുകൊണ്ട് തന്നെ എന്താക്കുക, ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഡ്രൈവിലിട്ട് കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ആകുന്നുണ്ട്. ഇപ്പം നേരെ മറിച്ച് ഇതിപ്പം ജസ്റ്റ് ഹോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോൾഡുള്ള സമയത്ത് എന്തായിക്കൊള്ളും, വണ്ടി ജസ്റ്റ് അവിടെ മൂവ് ആവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ. ഇപ്പം നല്ലൊരു സുഖമുള്ളൊരു ഫീച്ചറാണ്. ഓക്കെ, ഇത് കൂടാതെ അങ്ങനെ പാർക്കിങ്ങിലേക്ക് ഇട്ടു. പിന്നീട് ഇതിൻ്റെ പ്രത്യേകതകൾ പറയാനുള്ളത്, നല്ല ലെതർ സീറ്റാണ്, 7 എയർ ബാഗുകളുണ്ട് മൊത്തത്തിൽ. ഓക്കെ, ഇനി നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് സീറ്റിലേക്ക് പോവാം. ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ നല്ല JBLൻ്റെ നല്ല സ്പീക്കറുണ്ട്. ഓക്കെ, അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ നല്ല ഹൈറ്റിലുണ്ട്, ഇഷ്ടം പോലെ നീട്ടി വെച്ചതാണ് സീറ്റ്. ഇനി ഉള്ളിൽ കാണുന്ന പോലെ അത്യാവശ്യം കുറച്ചും കൂടി നല്ലൊരു സ്പേഷ്യസ് തോന്നുന്നുണ്ട്.
പുറമേ നിന്ന് ഈ വണ്ടി പഴയ മോഡലും പുതിയ മോഡലാകുമ്പോൾ ഒന്ന് ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഒരു ഓൾ ഓവർ കുഴപ്പമില്ല. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഓക്കെ. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ എന്താകുന്നുണ്ട് സ്ഥലം. ഒരാൾക്ക് ഈസി ആയിട്ടുള്ളിലേക്ക് കയറാൻ പറ്റും. പിന്നെ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി ഇടാൻ പറ്റും. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇങ്ങനെയാണ് അതിൻ്റെ സീറ്റ് വരുന്നത്. ഇത് VXR മോഡലിൽ ജസ്റ്റ് ഓട്ടോമാറ്റിക് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പം കൊള്ളാം. ഓക്കെ. ഇവിടെ പവർ കേബിൾ വേറെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇത് വീണ്ടും ജസ്റ്റ് ഫോൾഡ് ചെയ്യുന്നു. ഓക്കെ. വീണ്ടും ഫോൾഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അതിവിടെ കാർ ചെയർ മറ്റേ ബേബി ചെയറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എവറിത്തിങ്സ് ഫൈൻ. ഇഷ്ടംപോലെ ആൾക്ക് ഇവിടെ ഇങ്ങോട്ട് ബാക്കോട്ടേക്ക് വരുന്നു. പ്രസ് ചെയ്യുന്നു. കൊണ്ട് ഓപ്പൺ ആക്കുന്നു. എന്നിട്ടിത് വെച്ചിട്ട് വേണം ബാക്കോട്ടേക്ക് ആക്കാൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ. ഇനി ഓൾ ഓവർ ഇതിൻ്റെ എല്ലാ സൈഡിലുള്ള വീഡിയോസും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ GXRന് ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രാഡോ ആയിരുന്നു. പ്രാഡോനേക്കാളും കൂടുതൽ മൈലേജ് എനിക്കുണ്ട്. ഏകദേശം 10ഓളം മൈലേജ് കിട്ടുന്നുണ്ട്. ഞാനിതിൽ ഇപ്പോൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിരിക്കുന്നത് 98 ലിറ്ററാണ്. എനിക്കൊന്ന് 100 ലിറ്ററാണെന്ന് തോന്നുന്നു. എൻ്റെ ഇതൊന്നും ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് നോക്കില്ല. 100 ലിറ്റർ കറക്റ്റായിട്ട്. 2 ലിറ്റർ കുറച്ചാലും ബാക്കിയുള്ളതായിരിക്കും. 100 ലിറ്റർ പെട്രോൾ അടിച്ചു. 298 അതായത് 250 റംസോളം ഫുൾ ടാങ്കിൽ ഇതായിട്ടുണ്ട്. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അത് അവർ കമ്പനി തന്നെ പറഞ്ഞു വെച്ചാൽ 9.8 മൈലേജ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നോർമൽ ഇതിൽ ഹൈവേ മേലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 10 മൈലേജ് കിട്ടുന്നതാണ്. അത്ര തന്നെ കിട്ടുന്നുണ്ട് ശരിക്കും. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൽ മീറ്ററിൽ കാണിക്കുന്നത് ഏകദേശം 700 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നെറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ. ഡ്രൈവ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സീറ്റ് ബെൽറ്റ് സീറ്റൊക്കെ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. എൻജിൻ സ്റ്റാർട്ട് ഉള്ള ഒരു വൈബ്രേഷൻ ഒന്നുമില്ല. അങ്ങനെ വണ്ടി മെല്ലെ ഇപ്പോൾ ഉള്ളത് എക്കോ ഡ്രൈവിലാണ്. എക്കോ മോഡലാണ് ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത്. ഡിയിലേക്ക് പോകാണ്. ജസ്റ്റ് വണ്ടി എടുത്തു. ഇതിലിങ്ങനെ പോകുന്ന സമയത്ത് ഇതിനുള്ള ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ മോഡ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിഫറൻസ് ശരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാതെ ഇപ്പം ബൈ മിസ്റ്റേക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രാക്ക് ചേഞ്ച് ആയെന്ന് വെച്ചു ഇങ്ങനെ ആകുന്ന സമയത്ത് പിന്നെ ഒരു വൈബ്രേഷൻ വരും. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പം അല്ലാതെ ഒരേ ട്രാക്കിലേക്ക് പോകുന്നിടത്ത് ബൈ മിസ്റ്റേക്കിൽ നമുക്ക് ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും നമുക്ക് വൈബ്രേഷൻ വരും. ആ പഴയ ട്രാക്കിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി തിരിച്ചുവിടും. നേരെ മറിച്ച് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വരും. അതൊരു നല്ലൊരു ഫീച്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ ഡ്രൈവിങ്ങിൻ്റെ ഇതിപ്പം എക്കോ മോഡിലാണ്. എക്കോ മോഡ് ഉണ്ടാകുന്ന നേരത്ത് നമുക്ക് കുറച്ച്
ഒരു സ്മൂത്തായതുപോലെ ഒരു എന്താ പറയുക, കുറച്ച് പുള്ളിങ് കുറവെന്നല്ല, എന്നാലും ഒരു ട്രാഫിക്കിലൊക്കെ യൂസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ ഞാനിപ്പോൾ മാറ്റിയ സമയത്ത് വൈബ്രേറ്റിംഗ് സ്റ്റെയറിങ് നമുക്ക് വൈബ്രേറ്റ് ചെയ്യും. നല്ലൊരു ഫീച്ചർ കൊടുത്താൽ സേഫ്റ്റി, ഉറങ്ങിപ്പോകുന്ന സമയത്തൊക്കെ ഈ ഒരു വിഷയം ഈ ഒരു ഫീച്ചറുള്ളതുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ഞാനിപ്പോൾ എക്കോ മോഡ് തന്നെയാണ് തോന്നുന്നത്. എക്കോ മോഡ് പോകുന്ന സമയത്ത് കമ്പനി പറയുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇത് മൈലേജ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എക്കോ മോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഇനി പിന്നീട് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്, ഇതിൻ്റെ ഇനി റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇത് 4 മോഡലാണ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ 2003 വരെ ഇതിൻ്റെ മോഡൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ EXR, GXR, VXR ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ 4 മോഡലാണ്. അപ്പോൾ അതിൽ ഇപ്പം 2003 വരെ വരുന്ന ഓപ്ഷനാണ് പിന്നെ ബ്ലാക്ക് എഡിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ശരിക്കും ബ്ലാക്ക് എഡിഷൻ കുറച്ചും ബേസിക് ആയിട്ടുള്ള മോഡലാണ്, എന്നാലും ടിൻ ടർബോ ആണ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ല് സാധാരണ പഴയ മോഡൽ ടയോട്ടയുടെ ഗ്രില്ലായിരിക്കും വരുന്നത്. രണ്ടാമത്തത് വരുന്നത് അതിൻ്റെ സീറ്റിൻ്റെ ആ ഭാഗം എന്ന് വെച്ചാൽ മാനുവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് കൂടുതൽ ഇപ്പം 2023 ശേഷം ആ മോഡൽ ഇപ്പോൾ അവൈലബിൾ ആണ് വരുന്നത്. പിന്നീട് വരുന്ന ബേസിക് മോഡലാണ് EXR. EXRൻ്റെ ഇതേപോലെ തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ ഇതിൽ, പക്ഷേ കുറേ ഈ സ്ക്രീനിന് ചെറിയ ഡിഫറൻസുകൾ വരുന്നുണ്ട്. രണ്ടാമത് പിന്നീട് വരുന്ന ഡിഫറൻസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് സീറ്റിൻ്റെ മേലെ AC ഫെസിലിറ്റീസ് ഇല്ല. സ്പീക്കറൊക്കെ നോർമൽ JBLൻ്റെ അല്ല, ടയോട്ട വേറെ ബ്രാൻഡാണ്, ബ്രാൻഡൊന്നും അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതൊക്കെയാണ് EXRൽ വരുന്നത്. ബാക്കിയുള്ള പിന്നെ വേറെ ഡിഫറൻസുകളൊന്നും അതിൽ EXRൻ്റെ EXRൽ വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലുള്ള സീറ്റ് മാനുവലി ആയിരിക്കും, പിന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണുള്ളത്. പിന്നീട് വരുന്ന ഇപ്പം ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിർഹംസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദിർഹംസിലേക്ക് വെച്ച് പറയുകയാണെങ്കിൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 245 വെച്ചിട്ടാണ് വരുന്നത്. 245 EXR മോഡലാണ് 245 വെച്ചിട്ട് സ്റ്റാർട്ട് ആകുന്നത്. EXR 4 ലിറ്റർ, ഇത് 4 ലിറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 3.5 ലിറ്റർ ടർബോ. മുമ്പ് നമ്മൾ ഇത് വരുന്നത് എന്താ ട്രക്കിൻ്റെ വലുപ്പമാണത്. പിന്നെ മുമ്പ് നമ്മൾ V6 V8 എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ V6-നേക്കാൾ വലിയ എഞ്ചിനാണ് V8 വരുന്നത്. V8 നല്ല കുറച്ചും കൂടി പവറും പുള്ളിങ്ങും എല്ലാം ഉള്ളതാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ മാറ്റിയിട്ട് ചേഞ്ചിട്ട് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലേക്ക് ആക്കുകയാണ്. സ്പോർട്സ് മോഡിലേക്ക് ആകുന്ന സമയത്ത് ഇതിൻ്റെ ശരിക്കും ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് ലോങ്ങിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ പുള്ളിങ് ശരിക്കും നമുക്ക് മനസ്സിലാകും. കാരണം വെച്ചാൽ ഓവർടേക്കിങ് സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോകാൻ പറ്റും. എന്നാലും EXR എന്താ പറയുക, എക്കോ മോഡ് തന്നെ മതി, എക്കോ മോഡൽ നോർമൽ മോഡ് തന്നെ മതി. കുറേ നമുക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അത് മാത്രമല്ല വലിയ 120 അബോവ് 120യുടെ മേലൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെയാണ് സ്പോർട്സ് മോഡൊക്കെ ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ കയറ്റി കൊണ്ടുപോകാനൊക്കെ സ്പോർട്സ് മോഡാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനെപ്പോൾ യൂസ് ചെയ്യാറ് ഹൈവേമിൽ പോകുന്ന സമയത്ത് സ്പോർട്സ് മോഡ് യൂസ് ചെയ്യും. സിറ്റിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ മോഡാണ് യൂസ് ചെയ്യാറുള്ളത്. എക്കോ മോഡ് ഈസ് ഗുഡ്. ഇതിൻ്റെ വേറെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ EXR-ഉം GXR-ഉം അതിൻ്റെ 4 ലിറ്ററും 3.5 ലിറ്റർ ടിൻ ടർബോ, അതിൻ്റെ ഈ 2 ഡിഫറൻസാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. ഈ 2 ഡിഫറൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലിറ്റർ ശരിക്കും മുമ്പ് V6-നായിരുന്നു നമ്മളിപ്പോൾ V6 V8 V6-നായിരുന്നു അത്യാവശ്യം മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. V8 ആകുമ്പോൾ അത് വലിയ എഞ്ചിൻ ആയതുകൊണ്ട് എന്ത് ചെയ്ത് മൈലേജ് കുറച്ച് കുറവായിരുന്നു. പക്ഷേ പുള്ളിങ്ങും അതൊക്കെ സ്പീഡും അതൊക്കെ V8-നായിരുന്നു കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ പെട്രോൾ കൺസപ്ഷൻ ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പോൾ 2022 ശേഷമുള്ള മോഡലിന് V8 എന്നുള്ള ഓപ്ഷൻ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. V8 എന്ന് പറയുന്ന ഓപ്ഷനില്ല, V6 എഞ്ചിൻ തന്നെ അത് ടിൻ ടർബോ എന്ന് പറയുന്ന ഓപ്ഷനിലാക്കി. ടിൻ ടർബോ എഞ്ചിനും വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മേലെയുള്ളതാണ് ഹൈബ്രിഡ് ടിൻ ടർബോ വരുന്നത്. ഈ ടിൻ ടർബോന് ശരിക്കും 4 ലിറ്ററിനേക്കാൾ കൂടുതൽ മൈലേജ് അതിന് കിട്ടുന്നുണ്ട്.
ഇതിപ്പം 4 ലിറ്റർ കമ്പനി പറയുന്നത് പിന്നെ 4 ലിറ്ററിന് ശരിക്കും അവർ കമ്പനി പറയുന്ന ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിലൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷേങ്കിൽ ഈ 3.5 ലിറ്റർ ടിൻ ടർബോന് സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൈലേജിൻ്റെ കൺസപ്ഷൻ എന്താണെന്ന് കൂടുതൽ എടുക്കുന്നില്ല. അപ്പോൾ ഈ 4 ലിറ്ററൊക്കെ ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ ഈ ഓഫ് റോഡിലൊക്കെ 4 ലിറ്റർ ഓഫ് റോഡിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് സെയിലായി പോകുന്നത്. അതേപോലെ തന്നെ ഞാൻ കമ്പനിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ ടിൻ ടർബോ റോഡിലാണ് എൻ്റെ ഈ പുള്ളി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാനും. അത് ഇവർ കമ്പനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 6 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ സ്പീഡ് വരെ എത്താൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല പുള്ളിങ്ങാണത്, കുഴപ്പമില്ല, നല്ല ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ആ പഴയ മോഡൽ വണ്ടിയും പുതിയ മോഡൽ വണ്ടിയും തമ്മിലുള്ള ഫാർ ഡിഫറൻസ് അതിൽ കാണുന്നുണ്ട്. നമ്മളുടെ ഇതേപോലത്തെ ഒരു വണ്ടി പറയുന്നുണ്ടെങ്കിൽ പോകുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസുകൾ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ EXRൻ്റെ ബേസിക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 245 ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് ഓൺലി ഫോർ ദ പ്രൈസ് ആണ്, പ്ലസ് അതിൻ്റെ വാറ്റ് അഡീഷണലായിട്ട് വരും. അതുകൂടാതെ ഇൻഷുറൻസ്, മറ്റുള്ള നമ്പർ പ്ലേറ്റുകൾ, കാര്യങ്ങൾ, അതുപോലെ രജിസ്ട്രേഷൻ ഫീസ്, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും. പിന്നീട് ഇതിൻ്റെ EXRൻ്റെ അടുത്ത വെർഷൻ വരുന്നത് GXR ആണ്. ഇത് GXRൻ്റെ വെർഷൻ വരുന്നത് വെച്ചാൽ GXRൻ്റെ റേറ്റ് വരുന്നത് 275 ആണ് GXRന് വരുന്നത്. GXRും EXRും തമ്മിലുള്ള 4 ലിറ്ററിൻ്റെ ഡിഫറൻസ് ഈ ഒരു മാത്രമേ ഉള്ളൂ. ചെറിയ സീറ്റിൻ്റെ കാര്യത്തിലും മറ്റേ ഇതിലൊക്കെയാണ് ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. വലിയ ഡിഫറൻസുകളൊന്നും അതിൽ വരുന്നില്ല. പിന്നീട് വരുന്നത് വെച്ചാൽ അതിൻ്റെ ഈ GXRൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 275 വെച്ചിട്ടാണ് GXRൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. GXR ടിൻ ടർബോയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് വീണ്ടും എന്താകുന്നുണ്ട്, ഒരുപാട് കൂടുന്നുണ്ട്. ഇത് അപ്പോൾ 340,000 ആണ്. ആ മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 340,000 ആണ് വരുന്നത്. GXR ടിൻ ടർബോ. അപ്പോൾ ഏകദേശം 60-70,000 ഡിഫറൻസ് വരുന്നുണ്ട്. അതിൽ ആകെ ലുക്ക് ബേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ GXRും ടിൻ ടർബോവും GXRും ലുക്ക് ബേസിൽ വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ അത് എൻജിൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എൻജിൻ ടിൻ ടർബോ എൻജിനാണ്, 3.5 ലിറ്റർ എൻജിനാണ് വരുന്നത്. പിന്നെ അതിൽ ടിൻ ടർബോ, അതേപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ നല്ലൊരു കൺസെപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ അതിൽ വേറെ ചെറിയൊരു ഡിഫറൻസുകളായി വരുന്നത്. സ്ക്രീന് വേറെ ടൈപ്പ് ഓഫ് സ്ക്രീനാണ്, ഉണ്ടാക്കി 2 ഡിഫറെൻ്റുള്ള സ്ക്രീനുകളാണ്. പിന്നെ വേറെ വലിയൊരു മാറ്റങ്ങളൊന്നും GXR ടിൻ ടർബോ തമ്മിൽ അതിൻ്റെ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസുകളൊന്നും കാണുന്നില്ല. പിന്നെ മറ്റുള്ള ഈ പറഞ്ഞ പോലത്തെ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഫീച്ചറുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കണം. പിന്നെ അതിൻ്റെ ഞാൻ ഇത്രയും മനസ്സിലാക്കിയാൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു വണ്ടി തന്നെയായിരിക്കും. നമ്മൾ പെട്രോൾ കൺസപ്ഷൻ ആയിക്കോട്ടെ, ഡ്രൈവിങ്ങിൻ്റെ സ്മൂത്ത്നെസ് ആയിക്കോട്ടെ. കാരണം ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഈ ടിൻ ടർബോ തന്നെ എടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അത് കാരണം വെച്ചാൽ ഒന്നാമത് ടൊയോട്ട ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്ഷനാണ് ടിൻ ടർബോ എന്നുള്ളത് ലാൻഡ് ക്രൂസറിൽ. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിന് മേലെയുള്ള, അതേപോലെ നമ്മളിപ്പം ഡിസേർട്ട് ഓഫ് റോഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും 4 ലിറ്റർ ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. എങ്ങനെയാലും ഇതുണ്ട്, ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാതെ ഞാനിപ്പോൾ ട്രാക്ക് ചേഞ്ച് ചെയ്ത സമയത്ത് വീണ്ടും തിരിച്ചിങ്ങോട്ട് എങ്ങനെ വീണ്ടും അങ്ങോട്ടാക്കി. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മളിപ്പോൾ ട്രാക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരേ ഡ്രൈവിൽ പോകുന്ന സമയത്ത് ബൈ മിസ്റ്റേക്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ ട്രാക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് ഇങ്ങോട്ടാകും. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അല്ലെങ്കിൽ അത് അതിലേക്കൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും, കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇൻഡിക്കേറ്റർ ഒന്നും ഇടാറില്ല. അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടതുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത വണ്ടി വരുന്നത് VXR ഇതിൻ്റെ അറൗണ്ട് 390-400,000 രൂപ VXRന് വരും. VXRൻ്റെ എനിക്കൊന്ന് ടിൻ ടർബോ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ തോന്നുന്നു. അല്ല, VXRും അല്ല, നോർമൽ 4 ലിറ്ററും വരുന്നുണ്ട്. അതിന് നമുക്കിവിടെ ഈ സീറ്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സീറ്റുകളൊക്കെ ഓരോരോ സീറ്റുകളുടെ നമ്പേഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ബാക്കിലത്തെ അതുണ്ട് പാസഞ്ചർ സീറ്റ്,
അതൊരു ജസ്റ്റ് ബട്ടൺ മതി. ബട്ടണിലേക്ക് അത് അറ്റൻഡ് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വരും. പിന്നെ അതിൽ വേറെ എന്തൊക്കെയാ ഗ്രില്ല്, ഒരു സ്റ്റീലിൻ്റെ മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പുറത്തുള്ള ഗ്രില്ലുകൾ, മിററുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ അതിൻ്റെ മേലുള്ള ഓപ്ഷനാണ് VXR ടിൻ ടർബോ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷനായിട്ട്. VXR ടിൻ ടർബോ ഹൈബ്രിഡ് ആയിട്ട് വരുന്നത്. അത് അവർ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ അറൗണ്ട് 500 മേലെ ഹോഴ്സ് പവറാണ്. ഫെറാറിക്കും മറ്റതിൻ്റെ ഒക്കെ വരുന്നത് അതേ പിന്നെ ഹോഴ്സ് പവർ തന്നെ അത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഹോഴ്സ് പവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 450 ആണ് ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത് ടിൻ ടർബോയുടെ. ഈ ടിൻ ടർബോവും അതേപോലെ തന്നെ 4 ലിറ്ററും തമ്മിൽ വെച്ചാൽ 200 ഡിഫറെൻറ്റ് ഹോഴ്സ് പവർ ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അത് നമുക്ക് രണ്ടും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് ആ പുള്ളിങ്ങും ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ഹൈവേ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ പുള്ളിങ് ശരിക്കും നമുക്ക് മനസ്സിലാവുക. ശരിക്കും എന്താ പറയുക, നമ്മളുടെ കൈകളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടീനെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ വേറെ ഇപ്പം ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബോണറ്റ് പഴയ വണ്ടീനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ലക്ഷറി, നന്നായിട്ട് ലക്ഷറി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചേഞ്ചസുകൾ.